നിങ്ങൾ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചാർജറാണ്. ഒരു 5 വോൾട്ട് ചാർജർ. നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധാ ചാർജർ. ഇതിവിടെ വീട്ടിൽ വോൾട്ടേജ് കൂടിയ സമയത്ത് പൊട്ടിത്തെറിച്ചതാണ്. പൊട്ടിത്തെറിക്കുക മീൻസ് കത്തിപ്പോയതുള്ളൂ. അപ്പോൾ ഞാനിത് കുത്തി പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ സർക്യൂട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാട്ടാ. ഈ സർക്യൂട്ട് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചതാണ്. തട്ടി പൊട്ടിച്ചെടുക്കാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ചോട്ട് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഈ സാധനം എങ്ങനെ കിട്ടുക എന്നുള്ളത്. പക്ഷെ കൈകൊണ്ട് അതേ പറയാം, കൈകൊണ്ട് വലിച്ചിട്ട് ഈ സാധനം കിട്ടുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പണിയായുധങ്ങൾ എടുത്തിട്ട് വരും. പണിയായുധങ്ങൾ എടുത്ത് നിന്നിട്ടൊന്ന് വലിച്ചു നോക്കാം. കാരണം കൈകൊണ്ട് വലിച്ചിട്ട് നടപടിയാവും തോന്നുന്നില്ല. അതാ ഓക്കെ. നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ആകൊന്നുമില്ല, ജസ്റ്റ് ആ സാധനം ഒന്ന് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തൊന്ന് മാത്രം അതെന്ന് വെച്ചിട്ട് പിടിച്ച് വലിച്ചാൽ ഓക്കെ. നമുക്ക് കുറച്ചുകൂടെ പവറിൽ വലിക്കാൻ പറ്റും. കൈ കൊണ്ട് പിടിച്ച് വലിക്കുമ്പോൾ അത്രയും പവറിൽ വലിക്കാൻ പറ്റില്ല. സാധനം കിട്ടേണ്ടതാണ്. തട്ടിയിട്ടൊന്നും പോരുന്നില്ല. സോ പിടിച്ച് വലിച്ചാൽ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഉള്ളിലൊക്കെ ആകെ കത്തി പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല വോൾട്ടേജ് ആയിരുന്നു. KCB-നോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ അവിടുത്തെ ലൈനിൽ എന്തോ ഫോൾട്ട് വന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും വോൾട്ടേജ് വന്ന് കുറേ സ്ഥലത്ത് കുറേ സാധനം അടിച്ചു പോയി. ശരിക്കും നമ്മുടെ ഈ ബ്രേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊന്നും അധികം അടിച്ചു പോകേണ്ടതല്ല എന്നാണ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സാധനം ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഫസ്റ്റ്. Help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams. We all want. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൽ ഈ ഒരു പോർട്ട് ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ USB പോകുന്ന പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നാണ് ഔട്ട് പോകുക എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനം കണ്ടില്ലേ, ഇതും അത് രണ്ടുമാണ് നമ്മുടെ ഇൻപുട്ട് ടെർമിനലിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കുത്തുന്ന പ്ലഗ് ഇവിടെ ഉണ്ടാവുക. എന്താ ഈ ബാക്ക് ഭാഗം ഉണ്ടാവുക ഇവിടെയാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം, രണ്ട് കോലുള്ള ഭാഗം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഒരു ഇതിലത്തെ ഒരു ട്രാൻസ്ഫോമറാണ്. അത് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയില്ല. ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുക? വോൾട്ടേജ് കൂട്ടാൻ, വോൾട്ടേജ് കുറയ്ക്കാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൺവേർട്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചുമ്മാ നോക്കിയിട്ട് പറയാമല്ലോ. കാരണം ചില ചാർജേഴ്സ് അല്ലെങ്കിൽ ചിലതിലൊക്കെ നമ്മൾ കൺവേർട്ടർ, ഒരു ഫ്ലൈ ബാക്ക് കൺവേർട്ടർ എന്നുള്ള പേരിൽ ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റ് ചെയ്യാനോ വോൾട്ടേജ് കൂട്ടാനോ വോൾട്ടേജ് കുറയ്ക്കാനോ പറ്റുന്ന രീതിക്ക്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, പ്രോഗ്രാം ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കൺവേർട്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സാണ്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് MC, അത് കാണാമല്ല മിക്കവാറും അതേക്കും പൊട്ടിത്തെറിച്ച്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊരു കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് കാണാം. ആ ഉള്ളിലത്തെ പൊട്ടിത്തെറിച്ച കപ്പാസിറ്ററിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന 4 പോലത്തെ ഒരു സാധനം, നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വ്യക്തമായി കാണാൻ എനിക്ക് അറിയില്ല. അതാണ് ഒരു സൈഡത്തെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പുറത്തുള്ളത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, അപ്പുറത്ത് ഇങ്ങനെ പോകുന്നൊരു സാധനം കണ്ടില്ല, അതാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ നമുക്ക് അറിയില്ല ആ സാധനം. പിന്നെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഉള്ള വേറെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്വിച്ചസ് ഉണ്ടാവും. സ്വിച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിപ്പുകൾ കാണാൻ സാധിക്കും. ഇതല്ലാണ്ട് തന്നെ ഇതിൽ സ്വിച്ചസ് ഉണ്ടാവും. സ്വിച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മോസ്ഫെറ്റോ IGBT അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ പ്ലഗിൽ നിന്ന് എന്താ കിട്ടുക, AC അല്ലേ കിട്ടുക. അതിന് നമുക്ക് DC ആക്കണം. ആ DC ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ചസ് ആവശ്യമാണ്. അതാണ് ഈ സ്വിച്ച് തിരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. സോ സാധാരണ നമ്മൾ സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ AC നിന്ന് കിട്ടുന്ന ഒരു സാധനത്തിന് ഡയോഡ് ബ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് DC ആക്കാം. അല്ലെങ്കിൽ ബ്രിഡ്ജ്ലെസ് കോൺഫിഗറേഷൻ അഥവാ ബ്രിഡ്ജ് ഇല്ലാത്ത ടൈപ്പിൽ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് AC-നെ DC ആക്കാനൊക്കെ പറ്റും. സോ ഇതിലെ സ്വിച്ചും കൺട്രോളറൊക്കെ ഞാൻ തരുന്നത്. കാരണം സ്വിച്ച് വേണം, സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാനൊരു കൺട്രോളർ വേണം. അത് മിക്കവാറും ഉണ്ടാവും. സോ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ചിപ്പുകൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. സോ ഈ ചിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൺട്രോളറും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്വിച്ചുകളും ആയിരിക്കുന്നത്. കാരണം സ്വിച്ചുകൾ അപ്പുറത്ത് നോക്കിയിട്ട് എനിക്കൊന്നും കാണാമല്ലോ. അപ്പോൾ മിക്കവാറും ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരിക്കുക. പിന്നെ അതേപോലെ ഇതിലുള്ള കുഞ്ഞ് ചിപ്പുകൾ കണ്ടിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഡയോഡ്സ് ആയിരിക്കും. സോ ഇത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഡയോഡ്. അതേപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും, അത് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളർ ഉണ്ടാവും. ഇങ്ങനെയാണ് സാധാരണ സർക്യൂട്ട് വർക്ക് ചെയ്യുക. പിന്നെ ആ ട്രാൻസ്ഫോമർ ഒന്നെങ്കിൽ ഇൻപുട്ടിൽ നിന്നുള്ള വോൾട്ടേജ് കുറയ്ക്കാൻ, അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ പോലെ അതിൻ്റെ വലിപ്പം കണ്ടിട്ട് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നു തോന്നുന്നു. പിന്നെ ഇതിലെ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആ വോൾട്ടേജിനെ DC വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. അതാണ്
ഇത്രയും കപ്പാസിറ്റർ. ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലൊക്കെ കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇതിലത്തെ ഈ സാധനങ്ങൾ കമ്പോണൻസ് ഒക്കെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോർഡിനെ PCB ബോർഡ് എന്ന് വിളിക്കുക. ഇതിൽ നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്വിച്ചിലേക്ക് പോകുന്ന സിഗ്നലുകൾ എപ്പോൾ ഓൺ ആവണം ഓഫ് ആവണം എന്നുള്ള സിഗ്നൽസ് ബാക്കിലുള്ള കൺട്രോളേഴ്സ് മീൻസ് ബാക്കിലൊരു വലിയ ചിപ്പ് കാണിച്ചില്ലേ, മേ ബി അതായിരിക്കും ഇതിലത്തെ കൺട്രോളർ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബേസിക് ആയിട്ട് ചാർജറിൻ്റെ ഉള്ളിൽ.